ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ പങ്കാളികളാകാൻ കോടിക്കണക്കിന് ഭക്തരാണ് ഇതിനോടകം എത്തിയിട്ടുള്ളത്. പുണ്യസ്നാനം നടത്തുകയും പുണ്യകർമ്മങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യാനാണ് എല്ലാവരും ഇവിടെ എത്തുന്നത്. ഇതിനിടെ കുംഭമേളയിൽ നിന്നുള്ള നിരവധി വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അത്തരത്തിൽ 85 വയസ്സുള്ള ഒരു സ്ത്രീയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ മനം കവരുന്നത്. അവരുടെ പുഞ്ചിരിക്കുന്ന മുഖവും ഹൃദയസ്പർശിയായ വാക്കുകളും ഏവരുടെയും ഹൃദയം കീഴടക്കുകയാണ്. 1945 തൻ്റെ 5-ാം വയസ്സ് മുതൽ താൻ കുംഭമേളയിൽ പങ്കെടുക്കാറുണ്ടെന്ന് താരാദേവി എന്ന ഈ അമ്മൂമ്മ പറയുന്നു. കഴിഞ്ഞ 85 വയസ്സിനിടെ ഒരു കുംഭമേള പോലും താൻ മുടക്കിയിട്ടില്ലെന്നും അവർ പറഞ്ഞു. എന്നാൽ ഈ വർഷം തൻ്റെ മകനെ അറിയിക്കാതെയാണ് താൻ കുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തിയതെന്നും താരാദേവി വ്യക്തമാക്കി. പ്രായാധിക്യം മൂലമുള്ള അവശതകൾ ഉള്ളതിനാൽ കുംഭമേളയിൽ പങ്കെടുക്കാൻ പോകേണ്ടെന്ന് മകൻ പറയുമെന്ന് കരുതിയാണ് ഇക്കാര്യം വീട്ടിൽ അറിയിക്കാത്തതെന്നും അവർ പറഞ്ഞു. കുംഭമേളയോടുള്ള തൻ്റെ ആഴമേറിയ അടുപ്പം വാക്കുകളിൽ വ്യക്തമാണ്. 5 വയസ്സ് മുതൽ കുംഭമേളയിൽ പങ്കെടുക്കുന്നുണ്ടെന്നും ജീവിതത്തിൽ ഒരിക്കൽ പോലും അത് ഒഴിവാക്കിയിട്ടില്ലെന്നും അവർ വെളിപ്പെടുത്തി. ഈ വർഷം കുംഭമേളയിൽ പോകരുതെന്ന് മകൻ കർശനമായി പറഞ്ഞു. മകൻ പച്ചക്കറി വാങ്ങാൻ പോയപ്പോൾ ഈ സമയം ആരും അറിയാതെ വീട്ടിൽ നിന്ന് പോരുകയായിരുന്നു. കുംഭമേളയിൽ പുണ്യസ്നാനം ചെയ്യാൻ പോകുകയാണെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ എൻ്റെ ചെറുമകളോട് ഇതേക്കുറിച്ച് സൂചന നൽകിയിരുന്നു. 1 മാസം ഞാൻ കുംഭമേളയിൽ പങ്കെടുത്ത് ഇവിടെ താമസിക്കും. ഇങ്ങനെയാണ് താരാദേവി പറഞ്ഞത്. തൻ്റെ ആരോഗ്യകാര്യമോർത്താണ് മകൻ വിഷമിക്കുന്നത്. കുംഭമേളയിൽ പങ്കെടുക്കാൻ പോകരുതെന്നും അസുഖം വരുമെന്നും വീഴുമെന്നുമെല്ലാം മകൻ പറഞ്ഞു. പുറത്തു നിന്നുള്ള ഭക്ഷണം താൻ കഴിക്കാറില്ല. ഇതോർത്തും മകന് വിഷമമാണ്. എന്നാൽ താൻ സുരക്ഷിതയാണെന്ന് കുടുംബാംഗങ്ങൾക്ക് അറിയാമെന്ന് അവർ വീഡിയോയിൽ ആത്മവിശ്വാസത്തോടെ തന്നെ പറഞ്ഞു. വളരെ വേഗമാണ് താരാദേവിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായത്. നിങ്ങൾ എൻ്റെ ഹൃദയം കീഴടക്കിയെന്ന് വീഡിയോ കണ്ട ഒരാൾ കമൻറ്റ് ചെയ്തു. ഈ പ്രായത്തിലും ഇത്രയധികം ഉത്സാഹവും സമർപ്പണവും കാണുന്നത് അത്ഭുതപ്പെടുത്തുന്നു എന്നായിരുന്നു മറ്റൊരാൾ പറഞ്ഞത്. വളരെ നിഷ്കളങ്കയായ മുത്തശ്ശിയാണ് നിങ്ങളെന്നായിരുന്നു മറ്റൊരാളുടെ അഭിപ്രായം. മഹാകുംഭമേളയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ മൊണാലിസ എന്ന പെൺകുട്ടിയും വൈറലായിരുന്നു. മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നെത്തിയ മൊണാലിസ വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമായത്. കുംഭമേളയിൽ രുദ്രാക്ഷമാലകൾ വിൽക്കാൻ എത്തിയതാണ് മൊണാലിസ ഭോസ്ലെ. മോനി ഭോസ്ലെ എന്ന കുട്ടി മൊണാലിസ എന്ന പേരിലാണ് സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്നത്. ഇൻഡോറിൽ നിന്ന് കുടുംബത്തോടൊപ്പം രുദ്രാക്ഷമാലയും മുത്തുമാലകളും വിൽക്കാനാണ് മോനി ഭോസ്ലെ പ്രയാഗ്രാജിലെത്തിയത്. എന്നാൽ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായതോടെ കുംഭമേളയ്ക്കെത്തിയ യൂട്യൂബർമാരും ജനങ്ങളും ഈ പെൺകുട്ടിയെ വിടാതെ പിന്തുടർന്നു. ഇതെല്ലാം പെൺകുട്ടിയുടെ സുരക്ഷയ്ക്കും വെല്ലുവിളിയായി. ഇക്കാരണങ്ങളൊക്കെ കൊണ്ട് മൊണാലിസയെ കുട്ടിയുടെ അച്ഛൻ സ്വന്തം നാട്ടിലേക്ക് തിരികെ വിട്ടതും വാർത്തയായിരുന്നു.